എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് അല്ലു അർജുൻ. ഫീലിങ്സ് എന്ന് പറഞ്ഞ വാക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടതാണോ അതോ വേറെ ഭാഷയിലുണ്ടോ? പുതിയതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു വാക്കാണ്. ഇപ്പൊ സിജു തുറവൂർ എന്ന് പറയുമ്പോൾ അല്ലു അർജുൻ്റെ എഴുത്തുകാരൻ എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത്. മല്ലികാബാണന്റെ അമ്പുകളോ കൺമുനത്തുമ്പുകളോ. തെലുങ്കിൽ തന്നെ മലയാളത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്ര നാളും ഡബ്ബിങ് വരികൾ എഴുതി പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. 18 സിനിമകൾ അല്ലു അർജുന് വേണ്ടി മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് ശരിക്കും എന്നെ അടയാളപ്പെടുത്തുന്നത്. നീ ആമി ആമി എന്ന് വിളിക്കേ കാന്തയോ ഞാനെന്നും തോന്നി സാമി. വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ഈ ചുണ്ട് അനങ്ങുന്നതനുസരിച്ച് കറക്റ്റായിട്ട് വാക്കുകളും വരണം അവിടെ. അപ്പൊ ആ ഒരു വെല്ലുവിളി എന്ന് വെച്ചാൽ വലിയൊരു വെല്ലുവിളിയാണ്. വേറെ ലെവൽ. സിജു തുറവൂറും ഭാര്യ ശ്യാമയാണ് നമുക്കിപ്പോൾ. ഹായ്. ഹായ്. നിങ്ങളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കാരണം ജിസ് ജോയിയാണ് ഡബ് ചെയ്യുന്നത്. സിജു എഴുതാറുണ്ട്. സിജുവിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ BK ഹരിനാരായൺ അല്ലു അർജുന്റെ പടങ്ങൾക്ക് എഴുതാറുണ്ട്. അതേപോലെ രാജീവ് ആലിംഗൽ എഴുതാറുണ്ട്. പക്ഷേ ഈ പുഷ്പ 2ഉം ഇപ്പോൾ എന്താ പറയുക, പുഷ്പ ഫസ്റ്റും ഒക്കെ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഫസ്റ്റിലെ പാട്ടുകൾ ഭീകര ഹിറ്റായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും വലിയ കൊടൂര ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാട്ട്, ശ്യാമ പാട്ട് പാടുമെന്ന് എനിക്കറിയാം. മിഴിയഴക് നിറയും രാധ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ആ പാട്ട് പാടിയ ശ്യാമ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ശ്യാമയാണ്. ഈ ശ്യാമ ആ ശ്യാമ. അപ്പൊ ശ്യാമയിൽ എന്തോ ഒരു സംഗതി ഉണ്ട്. എനിക്കൊരു കഥയും കൂടെ ചെകയാനുണ്ട്. ഞാൻ ചെകഞ്ഞോളാം പതിയെ. ആദ്യം പാട്ട്. മിഴിയഴക് നിറയും രാധ, മൊഴിയഴക് പൊഴിയും രാധ, കണ്ണന്റെ മനസ്സിൽ വന്നിരുന്നവൾ, നീലക്കടമ്പിൻ ചോട്ടിൽ നീരുന്നു, നീരദവർണ്ണനായി ഞാൻ വരുന്നു. രാധയെക്കുറിച്ചും കൃഷ്ണനെ കുറിച്ചും ഒത്തിരി പാട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മയിൽപീലിയിലെ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ നമ്മൾ രാധ പാട്ടുകളുടെ അതെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുള്ള പാട്ടാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ഇത്രയും ഹിറ്റാവുമെന്ന് വിചാരിക്കാതിരുന്നൊരു സമയത്താണ് ഈ മിഴിയഴക് അത്രയും ഹിറ്റാവുന്നത്. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ വേറൊരു സ്റ്റൈലായിരുന്നു. ശരിക്കും ആ പാട്ടിന്റെ പിന്നിലെ കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് MC ഓഡിയോസ്. ഈ സംഗീത മേഖലയിൽ വളരെ മുൻപന്തി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. സജിതേട്ടനാണ് അതിൻ്റെ ഓണർ. അപ്പോൾ ഞാൻ സജിതേട്ടന് വേണ്ടിയിട്ട് ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഭക്തിഗാനങ്ങൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം സജിതേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്കൊരു ട്യൂൺ അയച്ചു തരികയാണ്. നമുക്ക് അർജന്റായിട്ട് ശ്രീകൃഷ്ണ രാധ പ്രണയ സങ്കല്പത്തിലുള്ളൊരു പാട്ട്, അത് കുട്ടികളൊക്കെ ഏറ്റുപാടും. ഒരു കുഞ്ഞായിരിക്കും പാടുന്നത്, കുട്ടി ഗായികയായിരിക്കും. അപ്പോൾ ആ രീതിയിലൊന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരികയായി. അപ്പോൾ എനിക്ക് അറിയുന്നില്ല ഇതൊരു വലിയ ഹിറ്റായി മാറാൻ പോണൊരു പാട്ടാണ്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ മനസ്സിലേക്ക് ഓടി വന്ന വരികളാണിത്. ഞാൻ അറിയാതെ ചെയ്തു അറിയാതെ അങ്ങനെ ഒരു പാട്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു ഹിറ്റ്. അതെ അതെ, ഞാൻ പോലും എനിക്ക് അത്ഭുതമായി പോയിട്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ പാട്ടം കൊണ്ട് ഇറങ്ങി പെട്ടെന്നാണ് അതങ്ങോട്ട് വൈറലാകാൻ തുടങ്ങി. അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആയി വരുന്നുള്ളൂ, തരംഗമായിട്ട് വരുന്നുള്ളൂ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ചെയ്ത പാട്ടാ. അതിന്റെ പല രീതിയിൽ പലരും പാടുകയും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചില പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാറുണ്ട്. അല്ലു അർജുനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാമി ഹിറ്റായിരുന്നു. അതിലെ എല്ലാ പാട്ടും ഹിറ്റായിരുന്നു കേട്ടോ. ഒരു പാട്ടായിട്ട് എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ കൊടൂര ഹിറ്റുകളാണ്. ശ്രീവല്ലി പാടിയിട്ട് നമുക്ക് പുഷ്പയിലേക്ക് വരാനുണ്ട്, പുതിയ പുഷ്പയിലേക്ക് വരണം. ഈ പാട്ടുകാരെ കിട്ടിയാൽ വിഷമിക്കരുത് കേട്ടോ. കാരണം പാട്ടുകാരെ കിട്ടിയ ഇതാണ് പരിപാടി. പാട്ട് പാടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എൻ കൺമണി കൺമണി കണ്ണുകൾ എന്നെ കാണുന്നില്ലേ, എൻ കൺമണി കൺമണി കണ്ണിമചാരരുതേ നീ മുല്ലേ, കാണാത്തൊരു ദൈവത്തെ കാണാൻ കണ്ണുള്ളവളെ കൺമുന്നിൽ ഞാൻ നിന്നിട്ടും അറിയുന്നില്ലല്ലേ, കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ. സിജു ആ ലിറിക്സ് നോക്കിക്കൊണ്ടിരിക്കുക, എഴുതിയതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ. അതെ അതെ അതെ. സിദ് ഈ കണ്ണിൽ കർപ്പൂര ദീപമോ എന്ന് പാടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. പാടിയിട്ട് വാവ്. ശരിക്കും ആക്ച്വലി ഇത് മെയിൽ സോങ് ആയതുകൊണ്ടേ ഫീമെയിൽ പാടുമ്പോൾ ഭയങ്കര ശ്രുതിയുടെ പ്രശ്നമുണ്ട്. സിദ് ശ്രീറാമിന്റെ വോയിസ് രക്ഷയില്ലാത്ത വോയിസാ. അത് ഭാഗ്യം കൂടെ അല്ലേ. അതെ അതെ, അന്ന് സിദ് ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കിരുന്നത് പറഞ്ഞു കൊടുത്ത് ഉച്ചാരണം ഞാൻ പറഞ്ഞു കൊടുത്ത് റെക്കോർഡിങ്ങിന്റെ അന്ന് ചെന്നൈയിലെ സ്റ്റുഡിയോയില് ശ്രീപ്രസാദ് സാറിന്റെ ഗംഭീരമായിട്ടാണ് പാടിയത്. പാടി കേൾക്കുമ്പോ വല്ലാത്തൊരു ഫീലായിരുന്നു അത്.
അങ്ങനെയുള്ള ഗായകരെ കൂടെ കിട്ടുന്നത് അതൊരു ഭാഗ്യമല്ലേ? ഭയങ്കര വലിയ ഭാഗ്യം അത്. നമ്മൾ എഴുതുന്ന വരികളെ ഏറ്റവും മനോഹരമായിട്ട് റെൻഡർ ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ ഭാഗ്യം നല്ല ഗായകർ പാടുമ്പോൾ. ഈ കാലഘട്ടത്തിൽ പലതരത്തിൽ ഈ പാട്ടിനെ ഒരു കാലഘട്ടത്തിൽ പലതരത്തിൽ പാട്ടുകളെ വിമർശിച്ചിരുന്നു. ഇപ്പോഴും അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില പാട്ടുകൾ പോരാ എന്നും പഴയ കാലഘട്ടത്തിലെ പാട്ടുകളെ കൊള്ളാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യുവാക്കളൊക്കെ മാറി. ഇപ്പം ഇയാളുടെ സിനിമകൾ, ഇപ്പൊ അല്ലു അർജുന്റെ സിനിമകൾ ഇവിടെ വരുമ്പോൾ എത്രമാത്രം പ്രേക്ഷകരാണ് അതിനകത്ത് നിറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ മാറ്റം തിരിച്ചറിയണമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ കാണുന്നത് ആ കണ്ടേ അഴകാപുരം, ആ എന്താ കണ്ടേ ആശാപുരം എന്ന് പറയുന്ന പാട്ട്, ആര്യയിലെ പാട്ട്, രാജീവ് ആലുങ്കൾ എഴുതുന്നത്. അത് ടെലിവിഷൻ വരുമ്പോൾ ഇതേ തരത്തിലുള്ള ചർച്ച അന്ന് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര വർഷങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ആര്യ 2 സിജു ആണ് എഴുതിയത്. തുടങ്ങുന്നത് ഹാപ്പി അല്ലു അർജുന്റെ ഹാപ്പി. അതായിരുന്നു 2008 സിനിമ റിലീസാകുന്നത്. അപ്പൊ അന്ന് ഖാദർ ഹസൻ എന്ന പ്രൊഡ്യൂസർ ഉണ്ട്, പുള്ളിയാണ് അല്ലു അർജുനെ മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ആര്യ എന്ന് പറഞ്ഞ സിനിമ വഴിയാണ്. അപ്പൊ രണ്ടാമത്തെ സിനിമ ഹാപ്പി. അത് ഹാപ്പിയിലേക്ക് എഴുതാനായിട്ട് അവർക്കൊരു പുതിയൊരു എഴുത്തുകാരൻ വേണം എന്നുള്ളൊരു ഒരു സെർച്ചിങ്ങില് ജോണി സാഗരിക ജോണി ചേട്ടൻ അടിയാൻ നല്ല കമ്പനിയാണ്. ആ സമയത്തൊക്കെ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ ജോണി ചേട്ടൻ ഈ ഖാദർ ഹസൻ ജോണി ചേട്ടനെ വിളിച്ച് ചോദിച്ചു ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന എൻ്റെ പേരായിരുന്നു. അങ്ങനെ എല്ലാവരും നിമിത്താണല്ലോ. അപ്പം അങ്ങനെ എന്നെ സജസ്റ്റ് ചെയ്യും. ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു പാട്ട് എഴുതി നോക്കിയിട്ട് നമുക്ക് കൊള്ളാമെങ്കിൽ ബാക്കി പാട്ടുകൾ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാപ്പി, അടിപൊളി ലുക്കായാൽ ഹാപ്പി, ലുക്കൊന്ന് ക്ലിക്കായാൽ ഹാപ്പി, അങ്ങനെ ആണ് ആ വരികൾ തുടങ്ങുന്നത്. അത് ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഈ ചുണ്ട് അനങ്ങുന്നതനുസരിച്ച് കറക്റ്റായിട്ട് വാക്കുകളും വരണം അവിടെ. അപ്പോൾ ആ ഒരു വെല്ലുവിളി എന്ന് വെച്ചാൽ വലിയൊരു വെല്ലുവിളിയാണ്. സാധാരണ നമ്മള് ട്യൂൺ അനുസരിച്ച് എഴുതാറുണ്ട്, എഴുതിയിട്ട് ട്യൂൺ ചെയ്യാറുണ്ട്, ഇങ്ങനെ പല പല രീതികളാണല്ലോ. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ ചുണ്ട് അനങ്ങുന്നതനുസരിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, കുറച്ച് പണിപ്പെട്ടാണ് ആദ്യത്തെ പാട്ട് എഴുതിയത്. പക്ഷെ അത് എഴുതി വന്നപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു അഭ്യാസമല്ല. അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് പതിയെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അത് അക്ഷരങ്ങളുടെ എങ്ങനെ എവിടെയൊക്കെ. അപ്പം അത് എഴുതി അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത പാട്ട് എഴുതാൻ പറഞ്ഞു. അഴകേ നീ എന്നെ പിരിയല്ലേ എന്നുള്ള പാട്ടായിരുന്നു. പിന്നെ അതിൽ ജാസ് ചേട്ടൻ പാടിയ ചിരിച്ചു കൊഞ്ചുന്ന വണ്ടേ, അത് അൻവർ സാദത്ത് പാടിയ ചൽമര സാത്തി എന്ന് പറയുന്നത്. അങ്ങനെ 4 പാട്ട് ഞാൻ ഹാപ്പിയിൽ എഴുതി. അങ്ങനെയാണ് എന്റെ എൻട്രി ഇതിലേക്ക് വരുന്നത്. അതൊരു ഡബിങ് സിനിമയിലൂടെയാണ് എൻട്രി വരുന്നത് സിനിമ രംഗത്തേക്കുള്ള. അത് രസമുള്ളതാണ്. ഈ സാമി പാടുമെന്നുള്ളത് എനിക്കറിയാം. ഈ ഇന്റർവ്യൂ മൊത്തം ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ ഫോർമാറ്റ് തന്നെ ഇങ്ങനെയാണ്. ഇടയ്ക്ക് പാട്ട്, ഇടയ്ക്ക് വർത്താനം. പാട്ട് പാടുന്ന ഒരാളെ കൈ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. സാമി പാടാം. സാമി സൂപ്പർ ഹിറ്റ് അല്ലേ? നീ ആമി ആമി എന്ന് വിളിക്കേ കാന്തയോ ഞാൻ എന്നും തോന്നി സാമി, എൻ സാമി. ഞാൻ സാമി സാമി എന്ന് വിളിക്കേ കാന്തനു നീ എന്നോ തോന്നി സാമി, എൻ സാമി. നിൻ പിറകെ പിറകെ പോകുമ്പോളേ, നിൻ പിറകെ പിറകെ പോരുമ്പോളേ തിരുപ്പതി മല കയറി വരുന്നപ്പോൾ സ്വാമി, നിൻ ചാരെ ചാരിയിരിക്കുമ്പോൾ നീ പരമേശ്വരനാണെന്നും തോന്നി സാമി. ഈ വാക്കുകളൊക്കെ കണ്ടുപിടിക്കുന്നത് തലച്ചോറിനകത്ത് ഇത് വരുന്നതാണ് കുറച്ച് പണിയുള്ള പരിപാടിയല്ലേ? അത് എന്താണെന്നറിയത്തില്ല. അത് ആ സമയത്ത് ഒരു ട്യൂണിങ് ഉണ്ടല്ലോ, ആ ട്യൂണിങ്ങിൽ എല്ലാം കറക്റ്റ് ട്യൂണിങ്ങിൽ എത്താൻ നേരത്ത് ചിലപ്പോൾ പെട്ടെന്ന്, ചില സമയത്ത് പെട്ടെന്ന് വരും, ചിലപ്പോൾ കുറച്ചൊന്ന് ആലോചിക്കണം. എന്താ പറയുന്ന ലിപ്പ് അനുസരിച്ച് ചിലക്ക് ലിപ്പുള്ള പാട്ടായിരുന്നു നന്നായിട്ട്. ഈ സാമി സാമി എന്നുള്ള പാട്ട് ആ സമയത്ത് എങ്ങനെയൊക്കെ വരുന്നു എന്ന് പറയാം. പക്ഷെ ഈ തെലുങ്കിലെ അർത്ഥങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുമോ? ഈ തെലുങ്കിൽ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഈ നേരത്തെ ആദ്യ കാലഘട്ടത്തിൽ ഹാപ്പി മുതലുള്ള സിനിമകളൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ സിറ്റുവേഷന് മാച്ചാകുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ നോക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് കറക്റ്റ് അതേപോലെ ഈ തർജ്ജമ ചെയ്ത് വെച്ച് കഴിയാൻ നേരത്തൊരു വൃത്തികേടായിരിക്കും അത് കേൾക്കാനായിട്ട്. അപ്പോൾ അതൊരു ട്രാൻസ്ലേഷൻ അല്ല, അതാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഈ അഴകേ നീ എന്നെ പിരിയൽ ഏത് സോങ് ആണെങ്കിലും അങ്ങനെ ചെയ്ത് വന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പാൻ ഇന്ത്യൻ റിലീസുകൾ വരാൻ തുടങ്ങി സിനിമകൾ. അപ്പോൾ അവർ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഈ സിനിമ എടുത്തിട്ട് അത് അവർ മലയാളീകരിച്ചിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്, ഈ ഖാദർ ഹസനെ പോലുള്ളവരൊക്കെ. പിന്നീട് അവർ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഡയറക്റ്റ് നമ്മളങ്ങോട്ട് വിളിച്ചിട്ട് അവർ തന്നെ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതും അല്ല, ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഇരിക്കും.
അതിന് പുഷ്പയാണെങ്കിലും അങ്ങനെ തന്നെ, മൈത്രി മൂവി മേക്കേഴ്സ് അതേപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ഈ ഡയറക്ടർ ആണെങ്കിലും അവർക്ക് അവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മീനിങ് അത് തന്നെ വരണം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ചലഞ്ചായിട്ട് മാറി. മറ്റേത് ലിപ് മൂവ്മെൻറ്റ് നോക്കുക, അതിന് അപ്പുറം ഈ സെയിം അർത്ഥം വരാൻ നേരത്ത് അതിന് നമുക്ക് വാക്കുകൾ വളരെ പരിമിതമായിരിക്കും. ഇപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കൊരു അർത്ഥം അതിൽ നമ്മുടെ മലയാളത്തിലേക്ക് വരാൻ നേരത്ത് ഒത്തിരി പരിമിതികളുണ്ട് അതിൻ്റെ. അതായത് വാക്കിൻ്റെ എണ്ണം അതിൻ്റെ പര്യായങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ആ കറക്റ്റ് മീറ്ററിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്ക് കുറവായിരിക്കും. ഇപ്പോൾ 2 അക്ഷരമുള്ളൊരു വാക്കാണ് അവിടെയെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിന് പറ്റിയൊരു 4-5 അക്ഷരമുള്ള വാക്കുകൾ. മലയാളത്തിൽ പൊതുവേ വലിയ വാക്കുകളാണ് കൂടുതൽ. ഈ തമിഴും തെലുങ്കെന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ഒത്തിരി വാക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അതിന് പറ്റുന്ന രീതിയിൽ മലയാളീകരിക്കുമ്പോൾ മലയാളികൾക്കും കൂടെ ദഹിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത്. ചില സമയത്ത് ചില പാട്ടുകളിലൊക്കെ നമുക്ക് അറിയാമല്ലോ, ചില സിറ്റുവേഷൻ അനുസരിച്ചാണത്. ഇപ്പോൾ പുഷ്പ 2-ലെ ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഫീലിങ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഫീലിങ്സ് എന്ന് പറഞ്ഞ വാക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടതാണോ അതോ വേറെ ഭാഷയിലുണ്ടോ? അല്ല, ഫീലിങ്സ് അത് പുതിയതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു വാക്കാണ്. ഫീലിങ്സ് എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അതിൽ നായകൻ്റെ പുഷ്പരാജിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം ഉണ്ടല്ലോ സിനിമയിൽ. അപ്പോൾ നമ്മൾ പുഷ്പ 1-ലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പുള്ളി ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു തനി നാടൻ സാധാരണ ഒരു തടിവെട്ടുകാരനായിരുന്നു പുഷ്പരാജ്, വളരെ തനി ഗ്രാമീണൻ. അപ്പോൾ അതിൽ നിന്നും പുഷ്പ വലിയൊരു എന്താ പറയുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുന്ന സിനിമയുണ്ട് ഈ സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം ചിലപ്പോൾ ഫീലിങ്സ് പറയുമ്പോൾ ചിലപ്പോൾ ഫീലിങ്സ് ആയി പോകും. അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ വാക്ക്. പക്ഷെ ആ ഫീലിങ്സ് എന്നുള്ള വാക്ക് ഇപ്പോൾ ഫീലിങ്സിനൊരു പകരം വേർഡായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നത് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ ഫീലിങ്സ് അതറിയോ ആ പാട്ട്? ഫീലിങ്സിന്റെ ആദ്യം കുറച്ച് മലയാളത്തിൽ വരികൾ എല്ലാം മലയാളത്തിൽ തന്നെ എല്ലാ ഭാഷയിലും അത് പാടും. മല്ലികാബാണന്റെ അമ്പുകളോ കൺമുനത്തുമ്പുകളോ അമ്പിളിപ്പൂ നീലനാമ്പുകളോ പുഞ്ചിരിത്തുമ്പികളോ മുല്ലമലർമണി ചെണ്ടുകളോ നിൻമണിച്ചുണ്ടുകളോ തേന്തിരഞ്ഞെത്തുന്ന വണ്ടുകളോ പൂങ്കിന തുണ്ടുകളോ. ഇതിലാണ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എല്ലാ ലാംഗ്വേജിലും, അത് തെലുങ്കിൽ തന്നെ മലയാളത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വരി. അതായത് അത് ആണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. ആദ്യമായിട്ടൊരു തെലുങ്ക് പടത്തിൽ ഇത്ര നാളും ഡബ്ബിങ് സിനിമ ചെയ്ത് ഡബ്ബിങ് വരികൾ എഴുതി പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. അവിടെ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ദേവശ്രീ പ്രസാദ് സാർ വിളിക്കുക തന്നെ, സിജു ഇങ്ങനെയൊരു സംഭവമുണ്ട്, അല്ലു അർജുനും സുകുമാർ സാറും ഞങ്ങളെല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ടൊരു തീരുമാനം എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഒറിജിനൽ വെർഷൻ തെലുങ്ക് വെർഷനിൽ തന്നെ മലയാളം വരികളിൽ പാട്ട് തുടങ്ങാം എന്ന്. അത് അല്ലു അർജുൻ്റെ ഫാൻസിനും സിജുവിനും ഒക്കെ ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങളൊരു ചെയ്യുന്നൊരു സംഭവമാണ്, ഒരു സർപ്രൈസാണെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ സാറിൻ്റെ വിളി വരികയായി. ഞാൻ പെട്ടെന്ന് സർപ്രൈസ് അടിച്ചു പോയി. ഇങ്ങനെ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പാട്ടിലുടനീളം ഈ വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. തെലുങ്ക് ഭാഷയാണെങ്കിലും ഇത് ഹിന്ദിയിലേക്ക് മൊഴിമാറ്റിയ അതിൻ്റെ അകത്താണെങ്കിലും കന്നഡയാണെങ്കിലും ബംഗാളിയാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഈ ഫീലിങ്സ് എന്നുള്ള എൻ്റെ ഈ മല്ലികാബാണൻ്റെ അമ്പുകളോ എന്നുള്ള വരികളാണ് അതിൻ്റെ അകത്ത് ഹുക്ക് പോർഷനായിട്ട് വരുന്നത്. അടിപൊളി. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിങ്ങിലാണ് ഇപ്പോൾ ശരിക്കും ചെയ്യുന്നത്. ശരിക്കും അല്ലു അർജുൻ ഫാൻസിന്റെ പവറും കൂടെയാണത് അല്ലേ? ഇവിടുത്തെ മലയാളത്തിൽ അല്ലു അർജുൻ ഫാൻസിന്റെ പവറാണ്. ഇവിടെ വന്നിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പുള്ളി അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള മലയാളത്തെ. അത്രയും അടുത്ത് നിന്ന് തന്നെ ഫാൻസ് ആണല്ലോ അദ്ദേഹത്തെ ഇവിടെ മല്ലു അർജുൻ ആക്കി മാറ്റിയത്. അതെ അതെ, ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് ആദ്യത്തെ സിനിമ പോലെ എനിക്ക് അറിയാം ആ എങ്ങനെയാണ് ഈ കൺവെർഷൻ ഇങ്ങനെ അല്ലു അർജുനും മല്ലു അർജുനായിട്ട് ഇങ്ങനെ ആ വളർച്ചയുണ്ടല്ലോ മലയാളി ഫാൻസുകൾക്കിടയിൽ. അത് അദ്ദേഹത്തിന്റെ ആദ്യ പടം ഗംഗോത്രി എന്നുള്ള പടമാണ്, ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു 2008 മുമ്പുള്ള സിനിമയാണ്. ആ സിനിമയിലും ഞാൻ എഴുതിയിരിക്കുന്നത് പാട്ട്. അത് പക്ഷേ ഹാപ്പി ആര്യക്ക് ഇറങ്ങിയതിന് ശേഷമാണ് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നത്. അത് മുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പുഷ്പ 2 വരെ ഞാനിപ്പോ 18ാമത്തെ സിനിമയാണ് അല്ലു അർജുന് വേണ്ടി എഴുതുന്നത്. അതെ അതെ. അപ്പൊ ഓരോ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സിനിമ ഇറങ്ങുമ്പോഴുള്ള ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന്, അപ്പൊ കുറച്ച് ഫാൻസ് ഉണ്ടായിരുന്നു. പിന്നെ പടിപടിയായിട്ട് ഇങ്ങനെ കൂടി വന്ന് അത് ഈ പുഷ്പയിലേക്ക് എത്തിയപ്പോൾ അത് വലിയ ഫാൻസിന്റെ ഒരു ഇതായി. അതിന് ആരാധക വൃന്ദം ഇങ്ങനെ കൂടി വന്ന്
അതിനുശേഷം ഇപ്പോൾ പുഷ്പ 2 എല്ലാവരും ഒത്തിരി ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കല്ലോ ഇറങ്ങാൻ. ഈഗർ എക്സ്പെക്ടേഷൻ. പുഷ്പ ഫസ്റ്റ് ഒരു പക്ഷെ ഇത്രയും ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നിട്ടില്ല. ഇല്ല. അത് പക്ഷെ വിചാരിക്കാത്ത കൂടുതൽ ഹിറ്റ് ആവുകയും ചെയ്തു. അതെ. ഇപ്പൊ ഇതാണെങ്കിൽ പുഷ്പ 2 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വേൾഡില് ലോകത്താകെ 12,000-ലധികം സ്ക്രീനുകളിലാണ് ഇത് റിലീസ് ചെയ്യുന്നത് സിനിമ. ബുക്കിംഗ് തന്നെ ഭയങ്കര നമ്മള് വിചാരിക്കാത്ത രീതിയിലുള്ള ബുക്കിംഗ് നടക്കുന്നത്. അതെ. അതും ഭയങ്കര രസമില്ല. ഈ എന്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12,000 സ്ക്രീനുകളിലും നമ്മുടെ മലയാളം വരികൾ ഇങ്ങനെ എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ മലയാളം വരികൾ അവർ കേൾക്കുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. FDFS കാണുന്ന സമയത്ത് സിജുവിന് ഭയങ്കരമായിട്ട് സന്തോഷിക്കാം. ഇത് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഭാഗമാണ് ഞാനും എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ. നമുക്ക് ഈ വാർത്ത പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വരുന്നത്. അതിനകത്ത് ഈ ആഴമളക്കാൻ കടലിന് ആഴം പോരാ എന്നെ അളക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വരിയുണ്ടല്ലോ, ഈ പുഷ്പ നിന്നെ ഇളക്കാൻ കടലിന് ആഴം മതിയാവില്ലെന്നേ. ഓ അങ്ങനെയാണ്. നായകന്റെ ക്യാരക്ടറിനെ പുള്ളിനെ വാഴ്ത്തിപ്പാടുന്ന ഒരു പാട്ടാണത്. പുഷ്പ ഇൻട്രോ സോങ് ആണ് എനിക്ക് തോന്നുന്നത്. ഇൻട്രോ സോങ് ആയിരിക്കാം. പക്ഷേ എനിക്കറിയത്തില്ല പാട്ടിന്റെ ഓർഡർ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ സിനിമയുടെ ഏതെങ്കിലും ഒക്കെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല? ഒന്നും കണ്ടിട്ടില്ല. പാട്ട് തന്നെ പലതും ചില പാട്ടുകളൊക്കെ കണ്ട്. പിന്നെ ഇപ്പൊ ഈ പറയുന്ന ലാസ്റ്റ് പാട്ടുണ്ടല്ലോ നമ്മളിപ്പോ ഈ പറഞ്ഞ ഫീലിംഗ് സോങ്, അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് അത് എന്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നു. ആദ്യം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് നടന്നത് ആ പാട്ടൊക്കെ. ഇനി നമ്മൾ കോർ എലമെന്റിലേക്ക് വരും. ഈ ശ്യാമ എങ്ങനെ കണ്ടുമുട്ടി? അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തമ്മില് ഒരുമിപ്പിച്ചത് പാട്ടാണ്. മറ്റേ പാട്ടല്ലല്ലോ, ശ്യാമയല്ലല്ലോ. അല്ലല്ല എന്റെ വീടിന്റെ തൊട്ട് അയൽവാസിയാണ് ശ്യാമ. ചെറുപ്പം കുഞ്ഞായിരുന്നപ്പോ മുതൽ കാണുന്നതാണ്. അപ്പൊ പാട്ടുകള് ഞാൻ എഴുതും. ശ്യാമ ചില പാട്ടുകളൊക്കെ പാടാനായിട്ട് വന്നിട്ടുണ്ട്. ഭക്തിഗാനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ. അതായത് ഞാൻ തുറവൂരാണ് എന്റെ സ്ഥലം. ഞാനപ്പോ എനിക്ക് തോന്നുന്നു 27 വയസ്സ് 28 വയസ്സ് എന്റെ പ്രായം. ശ്യാമ കോളേജിലേക്ക് വരുന്ന പ്രായം. പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്ന ആ സമയത്താണ് ആദ്യമായിട്ട് തുറവൂര് നമ്മുടെ വടക്കനപ്പൻ, നമ്മുടെ ഗ്രാമദേവൻ വടക്കനപ്പൻ്റെ അമ്പലത്തിൽ ഭക്തിഗാനം അവിടെ ആദ്യമായിട്ട് ചെയ്യേ. അപ്പോൾ അതിൽ ഞാൻ പാട്ട് എഴുതി. അങ്ങനെ ശ്യാമേനെ ഞാനതിൽ പാടിപ്പിക്കാൻ, നമ്മുടെ തൊട്ടടുത്ത് നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയുള്ളപ്പോൾ നമ്മൾ ഒരു അവസരം കൊടുക്കാന്നുള്ളൊരു അല്ല, ആ സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. അങ്ങനെയൊന്നുമില്ല, മനഃപൂർവ്വം അങ്ങനെ എനിക്ക് തോന്നുന്നു. ഭക്തിഗാനം എഴുതുന്ന ഈ വടക്കിനപ്പന്റെ പാട്ട് എഴുതുന്ന സമയത്ത് സ്കൂളിൽ ആ ടൈം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്രീചേട്ടനാണെങ്കിലും കുറച്ച് അങ്ങനെ ഈ പാട്ടുകൾ പാടാൻ തുടങ്ങി. പാടി ഇങ്ങനെ ഞങ്ങളെ കുറിച്ച് ചെറിയ ഗോസിപ്പുകളൊക്കെ നാട്ടിൽ പരക്കാൻ തുടങ്ങി. അതെ, ചെറുതായിട്ട് അതപ്പോ വീട്ടുകാരും അച്ഛനും അമ്മയാണെങ്കിലും ഞങ്ങളുടെ എന്റെ വീട്ടുകാരാണെങ്കിലും എല്ലാവർക്കും. അപ്പോൾ അവരൊരുമിച്ച് അവര് ഏതായാലും രണ്ടുപേരും ഒരേ ഫീൽഡ്, പാട്ട് രണ്ടുപേർക്കും ഒരു ഇഷ്ടമാണ്. അപ്പൊ അതങ്ങോട്ട് നമുക്കങ്ങോട്ട് നടത്തി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോ പിന്നെ പതുക്കെ പ്രേമിക്കാനൊക്കെ തുടങ്ങി നന്നായിട്ട്. അതുവരെ വലിയ പ്രേമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ചെറിയ പ്രേമം ഉണ്ടായിരുന്നു. അതെവിടുന്നാ സ്റ്റാർട്ട് ചെയ്ത ശ്യാമ? ഇല്ല, എന്നോടാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഇഷ്ടമാണെന്ന് പറഞ്ഞു. അല്ല, അത് ചുമ്മാ സിറ്റുവേഷൻ പറയുമ്പോ നമ്മൾ അമ്പലത്തിന്റെ സൈഡിൽ രണ്ടുപേരും കൂടെ ഒളിച്ച് നിന്നിട്ട് അങ്ങനെയൊക്കെ പറയണ്ടേ? അങ്ങനെയില്ല. സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു പറഞ്ഞത്. അത് ഞാനത് അതിന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ. അതായത് പാട്ട് പുസ്തകമായിട്ട് സ്റ്റുഡിയോയിൽ വരുന്നു, പാട്ട് വരികൾ എഴുതിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ശ്യാമ ആ പുസ്തകം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, ഞാൻ പുറകിരുന്നപ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇത് ഒന്ന് പറയണല്ലോ, കാരണം പുസ്തകം എടുത്തിട്ട് അതില് ശ്യാമസുന്ദര പുഷ്പമേ എന്റെ സ്നേഹ സംഗീതമാണെന്ന് എന്ന് പറഞ്ഞിട്ടൊരു വലിയ പാട്ടുണ്ടല്ലോ, പ്രശസ്തമായിട്ടുള്ള. അതിങ്ങനെ വെറുതെ എഴുതി വെച്ച്. അപ്പൊ ശ്യാമ നോക്കിയപ്പോ അത് ഞാൻ എഴുതി വെച്ചിരിക്കും. അപ്പൊ ഞാൻ നോക്കി ചിരിച്ചപ്പോ കാര്യം മനസ്സിലായി. ആ വരികൾ കാത്തു നിൽക്കുകയായിരുന്നല്ലേ, വരികൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു സത്യത്തിൽ. എന്നിട്ട് കണ്ടിട്ട് ഒരു പക്ഷേ ഇത് ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും എല്ലാരും അറിയാൻ പോകുന്നത്, നാട്ടുകാർ മുഴുവൻ അതെ. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ പറഞ്ഞു, അപ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഇതില്ല. കാരണം സ്കൂളിൽ കഴിഞ്ഞ് +2 ആ സമയത്തൊക്കെയാ കുറച്ച് കോറസ് ഒക്കെ പാടാനാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. കസിൻസും അങ്ങനെ എല്ലാരും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാട്ട്, സ്ട്രെയിറ്റ് പാട്ടുകൾ കുറച്ച് സമയം, കുറച്ച് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും
എനിക്കും വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല അതിന്റെ ബാക്കി അത് വായിക്കുമ്പോ ഓക്കെ, വായിച്ചപ്പോ എനിക്ക് നമുക്ക് അറിയാലോ, ഒരു ലുക്ക് കൊടുത്തു, ഒറ്റ ലുക്ക് ശകഞ്ഞെടുത്തിട്ടിരിക്കുക. അതെ അതെ അതെ. അല്ല നമുക്ക് കഥ ശരിക്കും പറഞ്ഞാ അപ്പൊ എനിക്ക് മനസ്സിലായി, സംഭവം പിടികിട്ടി, തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. കാര്യമായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാന് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കൂടെ നിന്ന് ആളാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു, അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു സുചേട്ടനെ. അപ്പൂപ്പനാണ് എന്റെ കൂടെ എല്ലാ കാര്യത്തിനും വന്നിരുന്നത്. പ്രോഗ്രാം അന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. സ്റ്റേജ് ഈ റെക്കോർഡിങ്ങിനും കോറസ് പാടാനൊക്കെ പോകുമ്പോ അപ്പൂപ്പനാണ് കൂടെ വരുന്നത്. അപ്പൊ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അപ്പൊ വീട്ടില് അപ്പൂപ്പനാണ് കൂടെ വന്നോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അപ്പൂപ്പന് വലിയ കാര്യമായിരുന്നു സുചേട്ടനെ. അപ്പൊ എനിക്കറിയാം അപ്പൂപ്പൻ എന്തായാലും ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നമുക്കിപ്പോ മറ്റേ ചെമ്പനീർ പൂവിടാം ഇവിടെ പ്രണയത്തിന്. അതെ അതെ അതെ, സ്കോപ്പ് ഉണ്ട്, അവിടെ പാട്ടിടാം. അവിടെ പാട്ടിട്ടിട്ട് ബാക്കിയുണ്ട് ഇതിന്, കഥയിൽ ചോദ്യമുണ്ട്. ചെമ്പനീർ പൂവേ നീ അന്നേതൊരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞിൻ കൺമുന്നിൽ മിഴിച്ചിമ്മി അത്ഭുതം മടങ്ങാതെന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ എങ്ങു പോയി പ്രകാശം നൽകി നീ നിൽക്കയായി നിന്നെ ഓർത്തിന്നു ഞാൻ നിറങ്ങൾക്കാകുമോ വില്ലുവാൻ നിൻമണിച്ചന്തം അതേതോ മായയോ എന്നിലായി മിന്നി നിൽക്കുന്നു. ഈ പാട്ടുകൾ ഹിറ്റാവുന്നതിന്റെ പിന്നില് മ്യൂസിക് ആണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായിട്ടും. പക്ഷേ ഇത്തരത്തിൽ അംഗീകാരം ഇല്ലാത്തൊരു സ്പേസിൽ വന്നിട്ട് ഈ പാട്ടുകളൊക്കെ ഹിറ്റാണ്. അതെങ്ങനെയായിരിക്കും ആ മാജിക് സംഭവിക്കുന്നതെന്നാണ് വിചാരിച്ചിട്ടുള്ളത്? എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഒരു അവസരം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ, ഏത് ചെറിയൊരു അവസരമാണെങ്കിലും വലിയ അവസരമാണെങ്കിലും അത് ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ ജോലി ചെയ്യാമെന്നാണ് അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതനുസരിച്ചാണ് അപ്പം നമ്മൾ ഏത് പാട്ട് എഴുതാനായിട്ട് വന്നാലും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ചെമ്പനി പൂവ് എന്നുള്ള പാട്ട് കൃഷ്ണയിലെ പാട്ടാണ്, അല്ലു അർജുൻ്റെ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണുമ്പോൾ അതൊക്കെ നേരത്തെ വിഷ്വൽ കണ്ടിട്ട് ഞാൻ എഴുതണം. അത് നല്ല ലിപ്പുള്ള പാട്ടത് ചെമ്പനീർ പൂവേ. അത് കാണുന്നവർക്ക് അറിയാൻ പറ്റും. വളരെ ഒത്തിരി കുറേ പ്രാവശ്യം വെട്ടിയും തിരുത്തി ആ ഒരു എനിക്ക് ഇഷ്ടപ്പെടുന്ന, എൻ്റെ മനസ്സാദ്യം ഇഷ്ടപ്പെടണമല്ലോ പുറത്തേക്ക് വിടുന്നതിന് മുമ്പ്. അത് എൻ്റെ മനസ്സിന് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് പുറത്തേക്ക് അതായത് എഴുതി കണ്ടിട്ട് കൊടുത്തു, ഫൈനൽ ഔട്ട്. ഞാൻ ചോദിച്ചാല് നിങ്ങൾ ഒത്തിരി പേര് എഴുതുന്നുണ്ട്, ഇപ്പൊ BK എഴുതുന്നുണ്ട്, BK എൻ്റെ അടുത്ത സുഹൃത്താണ്. അതേപോലെ രാജീവ് ആലിംഗിൽ എഴുതുന്നുണ്ട്. പലരും ഇത്തരം സോങ്സ് എഴുതാറുണ്ട്. ഇപ്പൊ മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതാറുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇതിനെ കാണുന്നുണ്ട്, സ്വീകരിക്കപ്പെടുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പക്ഷേ നമ്മള് ഇവിടെ തുടരുന്ന ഒരു മ്യൂസിക് സ്റ്റൈല്, നമ്മുടെ ഒരു എഴുത്തിന്റെ സ്റ്റൈലുണ്ട്, അതുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഈ പാട്ടുകൾ. പക്ഷെ ഇതിപ്പോ നമ്മുടെ പാട്ടുകൾ തന്നെയാണ്. ആ ഒരു രീതിയിലേക്ക്, ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും കുട്ടികളും ഇതിന്റെ ഭയങ്കര ഫാൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറെ മാറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതും കൂടെ ചേർന്നാണ് ഇനി നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന ഒരു മാറ്റി നിർത്തൽ ഈ പാട്ടുകൾക്ക് ഇപ്പൊ ഇല്ല. മലയാള ഗാന സാഹിത്യത്തില് ഇതിനൊരു എൻട്രി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സിനിമകൾ, ഇപ്പൊ പ്രേമലുവിലെ എഴുത്തായാലും അല്ലെങ്കിൽ ആവേശത്തിലെ എഴുത്തായാലും ഒക്കെ നമ്മുടെ എഴുത്തുകാരും ഒക്കെ, ഇപ്പോൾ വിനായക ആയാലും സുഹേൽ കോയാലും ഒക്കെ പുതിയ വാക്കുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത്ഭുതമാണ് അത് കേൾക്കുമ്പോൾ. എനിക്ക് ഇവരെയൊക്കെ നല്ല ഇഷ്ടമാണ്. വിനായകാണെങ്കിലും സുഹൈലാണെങ്കിലും ആവേശത്തിലൊക്കെ പാട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈൻസും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതല്ല ഇപ്പൊ ഈ ഫീലിങ്സ് എന്ന് പറഞ്ഞ പോലെ ചില വാക്കുകളൊക്കെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ തെലുങ്കു ആകുമ്പോഴത്തേക്കും ഒക്കെ പുതിയ വാക്കുകളൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ നമ്മുടെ ഭാഷയെ ഉയർത്തുകയല്ലേ ശരിക്കും ചെയ്യുക? അത് കുറച്ചുകൂടെ നല്ലതല്ലേ നമ്മുടെ ഭാഷയ്ക്ക്? അതെ. അതായത് തീർച്ചയായിട്ടും ശരിയാണ്. അതായത് നമ്മൾ ഒത്തിരി വേർഡ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഭാഷയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു 10 വർഷം മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള വാക്കുകൾ, അന്നില്ലാത്ത കുറേ വാക്കുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാഷ ഉണ്ടാകുന്ന അങ്ങനെയല്ല, ഭാഷ ഇങ്ങനെ സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലോ ഓരോ നാൾ തോറും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ സംസാരത്തിൽ പുതിയ വാക്കുകൾ വരുന്നു, ശൈലി. ഇപ്പോൾ നമ്മുടെ ഈ യുവാക്കൾക്കൊക്കെ ഇടയിൽ എന്തോരം വാക്കുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്.
അപ്പോൾ ഈ പറഞ്ഞത് സത്യമായിട്ട് ഉള്ള കാര്യമാണ്. നിങ്ങളൊക്കെ ശരിക്കും കുറച്ചുകൂടെ ഭാഷയെ ശരിക്കും കൂടെ പുഷ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം നിങ്ങൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് ആ മീറ്ററിന്റെ ഉള്ളിൽ ഈ വരികൾ വെക്കുക എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷോ ചിലപ്പോൾ കൂട്ടിക്കലർന്ന ഒരു വാക്കോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ജിബ്രിഷ് പോലെയുള്ള വാക്ക് ഒരു സംവിധാനമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതൊരു കുറച്ചുകൂടെ ഭാഷയെ പുള്ളി ചെയ്യുന്നതായിട്ടാണ്, പുഷ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ വിമർശനമുണ്ട് ഒരു സൈഡിൽ, അതിങ്ങനെയല്ല മലയാള ഭാഷയെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓരോ കാലഘട്ടം ഇപ്പൊ കാലം ഒത്തിരി മാറിപ്പോയില്ല, പണ്ട് കാലമല്ല. ഇപ്പൊ പണ്ട് സിനിമാ പാട്ടുകൾക്ക് ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ മാറി. ഇപ്പൊ ആ കാലഘട്ടത്തിൽ ഉള്ള സിറ്റുവേഷൻ, നമ്മൾ ലോകം മാറിയതോടുകൂടി ഒരുപാട് നമ്മളെല്ലാവരും ചേഞ്ച് ആയി. അതെ അതെ. അപ്പൊ അതനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ആണ് ഇപ്പോഴത്തെ സിനിമാ പാട്ടുകളിലൊക്കെ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ കഥകളും അതെല്ലാം ഇപ്പൊ വരുന്നത്, അതനുസരിച്ച് നമ്മൾ എഴുതേണ്ടി വരും. അതാണ്. ഇപ്പൊ കടവത്ത് തോണിക്കായി കാത്തു നിന്ന അവസ്ഥയില്ല. ഇല്ല ഇല്ല. അപ്പൊ റഫീഖ് സാർ തന്നെ എഴുതിയിട്ടുണ്ട്, പുഴ മെലിഞ്ഞ് കട ഒഴിഞ്ഞു, ഇനി അതിന് സ്ഥാനമില്ല. ഇനി അതിന്റെ മീതെ സ്ഥാനം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആ പാട്ടുകളൊക്കെ അത് വേറൊരു സങ്കല്പമാണ്. അതെ അതെ. മഹാരഥന്മാരായ എഴുത്തുകാരൊക്കെ എഴുതി, വയലാറും ഭാസ്കരൻ മാഷും ഇപ്പൊ ഇവരെല്ലാം പുത്തഞ്ചേരിയും എല്ലാം എഴുതി ഇപ്പൊ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോ ഇതിനും സ്ഥാനമുണ്ടെന്ന് ഞാൻ പറയാം. അത് മാത്രമല്ല, അതെ അതെ, രണ്ടു തരത്തിലും ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. ആ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആ പാട്ട് ഇഷ്ടപ്പെടാം. പക്ഷെ എലിവേറ്റഡ് ഹൈവേസിലൂടെ പോകുന്ന കഥാനായകന്റെ കഥ ചോയ്സസ് ഉണ്ട്. ചോയ്സ് നേരത്തെക്കാളും ഒത്തിരി ചോയ്സുകളായി. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പാട്ടുകൾ സ്വീകരിക്കാം. മറ്റേ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പുതിയ തലമുറ ഈ പാട്ടുകളൊക്കെ അധികം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പഴയ ഭാസ്കരൻ മാഷിന്റെ ഒക്കെ പാട്ടുകൾ ഇപ്പൊ പിള്ളേര് ചിലപ്പോ എല്ലാം കേട്ടെന്ന് വരത്തില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഒരിക്കലും മരിക്കാത്ത പാട്ടുകൾ അതല്ല, അങ്ങനെയുള്ള പാട്ടുകൾ. അത് വിസിറ്റ് ചെയ്യണം. ആൾക്കാരൊക്കെ മനസ്സിലാക്കണം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അത് ആസ്വദിക്കാൻ കഴിയുന്നവർ ആസ്വദിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഇപ്പുറത്ത് ആസ്വദിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴേ, നിങ്ങൾ രണ്ടുപേരും പാട്ടുകാരായിട്ട് പാട്ട് തന്നിട്ടില്ലേ? ഒന്ന് രണ്ടെണ്ണമൊക്കെ തന്നിട്ടുണ്ട്. പാട്ട് തന്നിട്ടുണ്ട്. ഏത് പാട്ടാ ഇപ്പോ ഒരെണ്ണം പാടാൻ പറ്റുന്നത്? സ്വന്തം പാട്ട് സുജേട്ടന്റെ ഫിദ എന്ന് പറഞ്ഞിട്ട് സായി പല്ലവിയുടെ മൂവിയിലെ ഒരു പാട്ട് പാടിയായിരുന്നു. ഓ, സ്വന്തം പാട്ടാണ് ആദ്യം പാടിപ്പിക്കേണ്ടിയിരുന്നത്. വന്നില്ലേ മെല്ലെ മെല്ലെ വന്നില്ലേ, തേൻമൊഴി മാരനണഞ്ഞില്ലേ, കൺമുന കൊണ്ടു കറക്കിയിലേ, സ്നേഹം കൊണ്ടു മയക്കിയിലേ, കണ്ണിൽ ചന്ദ്രനിലാവല്ലേ, ഞാനും കണ്ടു കൊതിച്ചില്ലേ, ആരും നോക്കിയിരുന്നിടും ആളൊരു സുന്ദരനാണല്ലേ. എഴുത്തിലേക്ക് വരിക എന്ന് പറയുന്ന പാട്ടെഴുത്തിലേക്ക് വരിക, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പറയാറുള്ളത് പോലെ ഒരു അപ്ലൈഡ് ആർട്ടാണ്. നമ്മളൊരു ഒരു സ്പേസ് തന്നിട്ട് അതിനകത്താണ് നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എഴുത്ത് ശീലിച്ച ഏത് ടൈമിലാണ്? ഭക്തിഗാനങ്ങൾക്കും മുൻപ് എഴുത്ത് ശീലിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വായന ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ എഴുതാനൊക്കെ തുടങ്ങി. ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ കൊച്ചു കവിതകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി. പിന്നെ പാട്ടിനോട് ഇതിൻ്റെ ഒപ്പം വലിയൊരു ക്രൈസ് കൂടി പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമാ പാട്ട് ഒരു മൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചത് വയലാറിലാണ്. തുറവൂരിനടുത്തുള്ള ഗ്രാമം. അപ്പൊ അറിയാലോ, വയലാർ എന്ന് പറയുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. പാട്ടിന്റെ എഴുത്തിന്റെ കുലപതി ജനിച്ച സ്ഥലം. അതിന്റെ ഒരു അടുത്തായിട്ടാണ് ഞാനും ജനിച്ചത്. അപ്പൊ ഈ കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 1ാം ക്ലാസ്സിലൊക്കെ ഞാൻ വയലാർ രാമവർമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ, അവിടെ നിന്ന് ചരമവാർഷികത്തിന് ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്, ഇങ്ങനെ വയലാറിന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന ചെയ്യാനായിട്ട് കൊണ്ടുപോകും. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ലേ, 1ാം ക്ലാസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കയ്യിൽ അവിടെ എത്താറപ്പോൾ കുറെ പുഷ്പം തന്ന്, അപ്പോൾ എല്ലാവരും വലം വെച്ചിട്ട് പുഷ്പം ഇടാൻ പറഞ്ഞു. ഇങ്ങനെ അത് അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൻ്റെ അന്ന്. അപ്പം അങ്ങനെ വയലാറ് അന്ന് കയറിക്കൂടി അത് മനസ്സിലാക്കി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എന്റർടൈനിങ് എന്ന് പറഞ്ഞ റേഡിയോ മാത്രമേ ഉള്ളൂ, TV ഒന്നും ഇറങ്ങാത്ത കാലഘട്ടം. ഒരു 80-ന് ശേഷമുള്ള കാലഘട്ടമാണ് എനിക്കാണ്. അപ്പം അങ്ങനെ റേഡിയോയിൽ വരുന്ന 1000 പാവസരങ്ങൾ ഇറങ്ങി, സന്യാസിനി, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം. ഇതെങ്ങനെ എപ്പോഴെപ്പോഴും റേഡിയോയിൽ പാട്ട് വരാറുണ്ട്, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആളെന്ന് വെച്ചാൽ അക്കാലത്തിൽ വയലാറാണ്. അങ്ങനെ വയലാറിനോടുള്ള കടുത്ത ഇഷ്ടത്തിൽ നിന്നും പതുക്കെ ഈ പാട്ടെഴുത്തിലേക്ക് അങ്ങനെ വന്നു. വയലാറൊരു കടലാണെങ്കിൽ നമ്മൾ വെറും ഒരു ജലത്തുള്ളി, അത്രേ ഉള്ളൂ. അതായിരിക്കും ഒരു ഫസ്റ്റ് ഇൻസ്പിറേഷൻ ശരിക്കും വയലാർ രാമവർമ്മ തന്നെയാണ്. പിന്നീട് ചെറിയ കവിത എഴുതിയിട്ട് പതിയെ
പതിയെ പതിയെ അങ്ങനെ കോളേജ് മാഗസീൻ, അങ്ങനെ ചെറിയ ചെറിയ പിന്നെ സ്വന്തമായിട്ടൊരു മാഗസിൻ തന്നെ തുടങ്ങി ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട്. കൈയെഴുത്ത് മാഗസിൻ പോലെ അല്ല, അത്യാവശ്യം ഒരു രജിസ്ട്രേഷനൊക്കെ നടത്തിയിട്ട് ശ്രീകോവിൽ എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ സ്റ്റാർട്ട് ചെയ്തു. അത് 1.5 വർഷം അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ സ്വന്തം സൃഷ്ടികളും അല്ലാതെയുള്ള ഒത്തിരി പേരുടെ ലേഖനങ്ങൾ, കവിതകൾ ഇതെല്ലാം പ്രസിദ്ധീകരിച്ചു വന്നൊരു മാഗസീനായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. ഭക്തിഗാനത്തിലേക്ക്. അതെ, ഭക്തിഗാനം. അത് തുടങ്ങാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് പ്രിയാനുരാഗം എന്ന് പറഞ്ഞിട്ട് ആൽബത്തിലെ പാട്ട് എഴുതുന്നത്. അപ്പോൾ അത് എറണാകുളത്ത് ആ സമയത്ത് കീബോർഡ് പഠിക്കുന്ന സമയത്ത് ലത്തീഫ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ കീബോർഡ് പഠിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര കമ്പനിയായി. അപ്പോൾ നമുക്കൊരു പാട്ട് ഇങ്ങനെ വെറുതെ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ച്, അപ്പോൾ കൊച്ചി FM-ന് വേണ്ടിയിട്ടാണ് ചെയ്യാം. അങ്ങനെ നമ്മൾ പാട്ട് ചെയ്ത് അവർക്ക് കൊടുത്ത് അതിൻ്റെ അകത്ത് വരുമല്ലോ ഇടയ്ക്ക് ലളിതഗാനങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അതൊക്കെ കേൾക്കാനൊരു സുഖം. അങ്ങനെ ഒരു പാട്ടുകൾ തുടങ്ങി, അതൊരു 9 പാട്ടിൻ്റെ ഒരു ആൽബമായിട്ട് മാറി. അപ്പോൾ കൊച്ചി FM-ന് ഞങ്ങൾ പിന്നെ ആൽബമായിട്ട് ഇറക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അന്ന് മധു ബാലകൃഷ്ണൻ, നമ്മുടെ രാധികാത്തിലേക്ക് ബിജു നാരായണൻ, ജി വേണുഗോപാൽ ഇവരൊക്കെയാണ് അത് പാടിയത് 9 പാട്ടുകൾ. അത് നല്ലൊരു ആൽബമായിട്ട് വന്നു. 2000-ലാണ് എനിക്ക് 2000 ആണ്ടിൽ, കറക്റ്റ് 24 വർഷമായി. അപ്പോൾ കാസറ്റിൻ്റെ കാലഘട്ടമായിരുന്നു. കാസറ്റുകൾ മാത്രമേ ഉള്ളൂ, ഓഡിയോ മറ്റേ CD ഒന്നും ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം പിന്നെ രണ്ടാമത് ചെയ്യുന്നത് ഗണപതി ഭക്തിഗാനം, രണ്ടാമത്തെ CD അതായിരുന്നു. CD അല്ല, കാസറ്റ്. അതിനുശേഷം തുറവൂര് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്ത്, അങ്ങനെ പതുക്കെ പതുക്കെ ഈ ഭക്തിഗാനങ്ങളിലേക്ക് ഓരോ കാസറ്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിളിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ശേഷമാണ് ഈ നേരത്തെ പറഞ്ഞ മിഴിയഴകും റെയിൻരാധ എന്നുള്ള പാട്ടൊക്കെ എഴുതിയത്. എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഭക്തിഗാനങ്ങൾ വരാൻ തുടങ്ങി, എഴുതാനായിട്ട് അവസരങ്ങൾ അങ്ങനെ കൂടി വന്നു. 2008 ആയപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാപ്പിയിലെ പാട്ടെഴുതി ആദ്യമായിട്ട് സിനിമയിലേക്കുള്ള ഒരു എൻട്രി വന്നു. അങ്ങനെയാണ് ഇന്നത്തെ പുഷ്പ 2-ൽ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്ലോവില് വളരെ വളരെ പതുക്കെയുള്ളൊരു യാത്രയായിരുന്നു എൻ്റെ. വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇതല്ല, ഇതിനിടയ്ക്ക് പല ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനീസിലൊക്കെ ഇങ്ങനെ മാർക്കറ്റിംഗ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്ത്, പിന്നെ കുറേ കാലഘട്ടത്തിന് ശേഷം ജോലി പതുക്കെ ഇതിൽ ഇങ്ങനെ കുറച്ച് തിരക്ക് വരാൻ തുടങ്ങി. നമുക്ക് അത്യാവശ്യം വർക്കുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പതുക്കെ ജോലി വേണ്ടെന്ന് ചോദിച്ചു. ശ്യാമ മെയിനായിട്ട് എന്താ ചെയ്യണേ? ഞാൻ സ്റ്റേജ് ഷോസ് ആണ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് സ്റ്റേജ് ഷോസ്. പിന്നെ ഒരു സ്കൂളിൽ, ശ്രീഗോകുലം സെൻട്രൽ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യും, തുറവൂര്, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്, പ്രോഗ്രാമിന് പോകാനും ഒക്കെ കുഴപ്പമില്ല. അപ്പൊ അത് കാരണം അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രോഗ്രാമും ഇതും കൂടെ നടക്കില്ല. സീസൺ ആകുമ്പോൾ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ. പിള്ളേരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കുട്ടികൾ 2 പേര്. മൂത്ത ആളിപ്പോ 11th കാശിനാഥൻ, ഇളയാള് 8th കാളിദാസൻ. സെയിം സ്കൂളിൽ തന്നെ പഠിക്കുന്നു. ലവ് സ്റ്റോറി ഒക്കെ പിള്ളേർക്ക് അറിയാവോ? അവർക്കറിയാം, പക്ഷേ കാരണം വീടടുത്തായത് കൊണ്ട് അവർ ഊഹിക്കുമല്ലോ, വലുതായല്ലോ അവര്. എന്റെ വീടടുത്ത് തന്നെയാണല്ലോ. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ എന്തായാലും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ കേക്കണം കേട്ടോ, ലവ് സ്റ്റോറി അവർ പിടിച്ചോളൂ. അപ്പൊ ഏത് പാട്ടാ? അഴകേ നീ എന്നെ പിരിയൽ ഒരു നാളും മറയരുതേ, കരളേ നീ കരയരുതേ, ഇവിടെ മഴവിൽ കൂട്ടിൽ തനിയേ ഞാൻ തേങ്ങുന്നു, ഇനിയും നിൻ പരിഭവമരുതേ, വരുമോ എൻ തേൻ കുയിലേ, അഴകേ നീ എന്നെ പിരിയല്ലേ. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അല്ലു അർജുൻ സിനിമകളൊക്കെ മുമ്പ് വന്നുകൊണ്ടിരുന്നത് ഒരു മൊഴിമാറ്റ ചിത്രം എന്നുള്ള അർത്ഥത്തിലായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാ പടങ്ങളും ഇവിടെ വരുന്നുണ്ട്. അതൊരു പുതുമയല്ലാതായി മാറിയിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. തെലുങ്ക് സിനിമകളും നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, നമ്മുടെ സിനിമകൾ അവിടുത്തെ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഇപ്പോൾ സിനിമ ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമാണ്. പാൻ ഇന്ത്യൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തി. ആ ഒരു മാറ്റം വരുന്നത് ഇപ്പം അറിയാമല്ലോ. ആദ്യ കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊരു അല്ലു അർജുൻ പടത്തിന് പാട്ടെഴുതി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് പാട്ടെഴുതിയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. അത് സത്യമാണ്, അങ്ങനെ മാറിയിട്ടുണ്ട്. ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പുഷ്പ ആ സീരീസ് വന്നതോടുകൂടി ആണ് ആ മാറ്റം ശരിക്കും എനിക്കത് തിരിച്ചറിയാൻ പറ്റിയത്. മറ്റേത് സിനിമയെക്കാളും ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു വാല്യൂ, വലിയൊരു വാല്യൂ ഉണ്ട്.
അതിപ്പോൾ പുഷ്പ 2 വന്നപ്പോൾ അത് വേൾഡ് ലെവൽ വാല്യൂയിലേക്ക് മാറി, ഒരു വലിയൊരു ബ്രാൻഡായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ എന്തായാലും അതിപ്പോൾ ആസ്വദിച്ചിട്ടിരിക്കുക ശരിക്കും. ഈ പിള്ളേരൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു സുഖം തോന്നും. പല സ്ഥലത്ത് ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ ഇത് പ്ലേ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒരു സാധാരണ പാട്ട് ആസ്വദിക്കുന്ന പോലെ റേഡിയോ സ്റ്റേഷൻസും ഒക്കെ അങ്ങനെയാണ്, സാധാരണ പാട്ട് പോലെ തന്നെയാണ് ഒരു പ്ലേ ചെയ്യുന്നത്. ഒരു തെലുങ്ക് വേർഷൻ എന്നുള്ളതല്ല, തെലുങ്കിന്റെ ഒരു മൊഴിമാറ്റം എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു മലയാളം സോങ് എന്നുള്ള അർത്ഥത്തിലേക്ക്. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾ പണിയെടുക്കുന്നതിന്റെ ഗ്രാവിറ്റി കൂടിയിട്ടുണ്ട്. വാക്കുകൾ അങ്ങനെ ആവണം, കോമൺ എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു പാട്ടാണെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യണ്ടേ. ആ ഒരു ബോധ്യം ഇപ്പൊ നന്നായിട്ടുണ്ട് മനസ്സിൽ. അതെച്ചാൽ നമുക്കൊരു ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണ നേരത്തെക്കാൾ ഇത്തിരി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ചിലപ്പോൾ ഒരു കുറച്ച് ലേസിയൊക്കെ ആയിട്ടുണ്ടാകും ചില സമയത്തൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും എന്നെ കൊണ്ട് കഴിയാവുന്നത്ര നന്നായിട്ട് എഴുതണം എന്നുള്ളൊരു ബോധ്യമാണ് ഇപ്പൊ മനസ്സിലുള്ളത്. ഞാൻ ഒരു കാര്യം പുഷ്പ 2 ശ്രദ്ധിച്ചത്, നിങ്ങളുടെ പേര് യൂട്യൂബിൽ കൊടുക്കുമ്പോൾ സാധാരണ ഇതിൽ ഡിസ്ക്രിപ്ഷൻ പോലെ താഴെയാണ് പേര് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൈറ്ററുടെ പേരും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കണം എന്ന് പറയുന്ന ബോധ്യത്തിലേക്ക് എത്തി. അപ്പൊ അവരും കാര്യമായിട്ട് ഇതിനെ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവിടെ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് അവിടെ ചെന്ന് അവരുടെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് നമുക്ക് അവർ തരുന്ന വാല്യൂ, റെസ്പെക്റ്റും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി പോയി. ആദ്യമായിട്ട് ചെല്ലുന്ന ദിവസം തന്നെ ദേവിശ്രീ പ്രസാദ് സാറിന്റെ സ്റ്റുഡിയോയിലേക്ക്, ചെന്നൈയിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലണേ തൊട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നു, അദ്ദേഹം ഒത്തിരി വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ആള്, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു മ്യൂസിക് ഡയറക്ടർ. അത് എന്നെ കാണുമ്പോൾ അല്ല എന്നോട് എങ്ങനെയായിരിക്കും അദ്ദേഹം പെരുമാറുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ള ഭയങ്കര ടെൻഷൻ, മനസ്സിൽ മുഴുവനും ഭയങ്കര ടെൻഷനാണ്. പക്ഷെ അങ്ങോട്ട് കയറി ചെന്ന് ഇതേപോലെ ഒരു മുറിയിൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക സാറിന്. പെട്ടെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കടന്നു പോയിട്ട് എന്നെ കണ്ടിട്ട് വേണ്ട വലിയൊരു എന്താ പറഞ്ഞു, കുറേ നാളത്തെ പരിചയമുള്ള ഒരാളെ പോലെ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് വന്ന് കെട്ടി ഹഗ് ചെയ്യുന്നു. എന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൂടിയിരുന്ന ആ ടെൻഷൻ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇങ്ങനെ ഒഴുകിയോണ്ട് പോയി. ആദ്യമായിട്ട് പെട്ടെന്ന് നല്ല എന്താ എനിക്കറിയത്തില്ല, സാറായിട്ട് നല്ലൊരു മാനസികമായിട്ടൊരു ഞങ്ങൾ തമ്മിലൊരു കാണാത്തൊരു, പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തൊരു അടുപ്പമുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. സാറ് എന്നോട് ഭയങ്കര കാര്യമാണ്. അപ്പം അതൊക്കെ ഈ പാട്ടിലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അവർ തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ നമ്മൾ എഴുതാനായിട്ട്. നമ്മളിപ്പോൾ തെറ്റിയാലും വീണ്ടും സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലവട്ടം ഞാൻ മാറ്റിയിട്ടുണ്ട്. അവിടെ ചെന്നിരുന്ന് ഒപ്പയിരുന്ന് പറഞ്ഞു കൊടുക്കണം, ഈ വരിയുടെ അർത്ഥം ഞാൻ വിവരിച്ചു കൊടുക്കും. സാറ് ഇങ്ങനെ മാറ്റി പിടിച്ചാൽ അങ്ങനെ പിടിച്ചാൽ അങ്ങനെ പലവട്ടം ഇരുന്ന് തിരുത്തി ആണ് ഇങ്ങനെ ഒരു പരുവത്തിലേക്കൊക്കെ എത്തണം ഒരു പാട്ട്. അടിപൊളി. അതേപോലെ തന്നെ അല്ലു അർജുൻ ഇവിടെ വരുന്ന സമയത്ത് പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളെ പറയാൻ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞേക്കുന്നത് സുകുമാർ സാറിനെ കുറിച്ചാണ്. അതെ അതെ അതെ. ഇനി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നല്ലേ. അപ്പൊ ചിലരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റാൻ കഴിയുന്ന സംഭവങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും അല്ലു അർജുൻ ശരിക്കും ഒരു ഫാക്ടറും കൂടെയാണല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ജീവിതത്തിൽ അല്ലു അർജുൻ എനിക്ക് തന്ന ഒരു സമ്മാനിച്ച ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, അതിന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് അല്ലു അർജുൻ. തീർച്ചയായിട്ടും എൻ്റെ കരിയറിൽ. അതായത് ഇത്രയും 18 സിനിമകൾ അല്ലു അർജുന് വേണ്ടി മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് ശരിക്കും എന്നെ അടയാളപ്പെടുത്തുന്നത് മലയാളത്തിൽ. മലയാളികൾക്കിടയിൽ ഇപ്പോൾ സിജു തുറവൂർ എന്ന് പറയുമ്പോൾ അല്ലു അർജുൻ്റെ എഴുത്തുകാരൻ എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത്. എനിക്കതിന് അതിൽ അഭിമാനമുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഡബ്ബിങ് സിനിമകളൊരു അതൊരു ചിലർ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അതിങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു രീതിയിൽ. പക്ഷേ ഞാനതിനൊരു വെല്ലുവിളിയായിട്ട് ചലഞ്ചായിട്ട് സ്വീകരിച്ചിട്ട് എനിക്ക് കിട്ടിയ അവസരം അതാണ്. അതിലേറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അതിപ്പോൾ അതിന്റെ റിസൾട്ട് ഒരു പക്ഷേ എനിക്കിപ്പോൾ ഇപ്പോഴായിരിക്കും കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയതിന്റെ റിസൾട്ടാണ്. നിങ്ങളെ പോലെയുള്ള കുറച്ച് പേര് പ്രൊഡക്റ്റീവ് ആയതിന്റെ റിസൾട്ടാണ് ഒരു പക്ഷേ അല്ലു അർജുൻ മല്ലു അർജുനായി മാറിയത്. അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? ഇപ്പോൾ ഒരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. മനസ്സിനു മറയില്ല, സ്നേഹത്തിനെതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും we are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം,
സ്വർഗങ്ങളെ സ്വന്തമാക്കാം. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നിൻ്റെ മുഖം. ഓ മൈ ഫ്രണ്ട്, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നിൻ്റെ സ്വരം. ഓ അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് എൻ്റെ. സിജുവിന് ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഇതെല്ലാം. അതെ അതെ, തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ പാട്ടെഴുത്ത് ജീവിതത്തിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ട് അത് ഹാപ്പി ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമ. അത് അല്ലു അർജുൻ്റെ സിനിമയല്ല, കുറേ പുതുമുഖങ്ങൾ അഭിനയിച്ചത്. എനിക്ക് തോന്നുന്നു തമന്നയുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. അത് പുതുമുഖമായിരുന്നു തമന്ന. അത് ഖാദർ ഹസൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ലിപ്പില്ല, ലിപ്പ് മൂവ്മെൻ്റ് ഇല്ല. അപ്പം നമുക്ക് സ്വതന്ത്രമായിട്ട് ഇടാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള പാട്ടാണ്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ നിന്ന് വന്ന വരികളാണിത്. അവിടെ തെലുങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വരികളൊന്നും അല്ല ഇത്. ഓ, അല്ലാതെ ഞാൻ ക്രിയേറ്റീവായിട്ട് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ എഴുതിയ പാട്ടത്. ഓ, അടിപൊളി. പക്ഷേ ഇത് ക്യാമ്പസുകളിലൊക്കെ ഭയങ്കര ഹിറ്റായി. ഇപ്പോഴും ഒത്തിരി പേര് ഈ പാട്ട്, അതായത് എന്താ പറയുന്ന ഈ അവസാന ദിവസം ഉണ്ടല്ലോ ഫെയർവെൽ ഡേയ്സിലൊക്കെ ഡെയിലി ഇത് പാടുന്ന ഇതിന്റെ റീൽസൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷമുള്ളൊരു പാട്ടത്. ഈ മീറ്റർ അനുസരിച്ച് എഴുതാൻ ശ്രമിക്കുമ്പോൾ ചിലതൊക്കെ ക്രിഞ്ചായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ നമുക്കും തന്നെ തോന്നിയേക്കാം ഇത് ക്രിഞ്ചാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ ഇതിനെ പിന്നീട് വായിക്കുക, അങ്ങനെയല്ലേ മനസ്സിലാക്കുക. അങ്ങനെ തന്നെ ഇതിനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. അതെ അതെ. അപ്പം അതിൽ നിന്നുകൊണ്ട് പക്ഷേ നമുക്ക് ഇതേപോലെ മലയാളം സിനിമകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും, എനിക്ക് തോന്നുന്നു ഇത്രയും ബുദ്ധിമുട്ടില്ലെന്നും എഴുതാനായിട്ട്. ഇപ്പം ഇവര് ഹരി തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഹരി ഇപ്പൊ അല്ലു അർജുൻ്റെ ഒരു പടത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ല വൈകുണ്ഠ പേര്. അപ്പൊ അത് അന്ന് ഹരിനെ വിളിച്ചപ്പോൾ ആദ്യം എന്നെ ഹരി വിളിക്കുക, അവര് വിളിച്ചോടനെ എന്നെ വിളിച്ചത്. ശ്രീചേട്ടാ ഇങ്ങനെ എന്നെ അവര് വിളിച്ചു. അയ്യോ, അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല എഴുതണത്, ശ്രീചേട്ടനെ എഴുതണത്. പക്ഷെ അവര് സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിക്കുക ഹരി. അപ്പൊ ഞാൻ ഹരിയോട് പറഞ്ഞ് ഹരി എഴുത്, ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇത്, എങ്ങനെയുണ്ടെന്ന് അറിയാം. അയ്യോ ചേട്ടാ ഞാനിത് ഇങ്ങനെയുള്ള, എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ലിപ്പില്ലെങ്കിൽ, ലിപ്പ് നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ ഞാൻ എഴുതി തരാം, സാധാരണ മലയാളം സിനിമയിൽ എഴുതണ പോലെ അങ്ങനെ എഴുതാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവസാനം അവർ അത് അംഗീകരിച്ചിട്ടാണ് ഹരി അന്ന് ഇപ്പോൾ എഴുതുന്നത്. പക്ഷെ നന്നായിട്ട് വന്ന പാട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ടു, നല്ല പാട്ടുകളാണ്, നല്ല രസമുള്ള പാട്ടായിരുന്നു, നന്നായിട്ട് എഴുതി. നമ്മുടെ മലയാളം സിനിമകളിൽ നാലഞ്ചെണ്ണം എഴുതിയിട്ടില്ലേ? ഉണ്ട്. അതിപ്പോൾ ലാസ്റ്റ് ഞാൻ എഴുതിയത് ബിജിബാലിൻ്റെ മ്യൂസിക്കിൽ അച്ഛനൊരു വാഴ വെച്ചു എന്ന് പറഞ്ഞ സിനിമ. അതെ, അച്ഛനൊരു വാഴ വെച്ചു. മണിയമ്പിള്ള രാജസാറിൻ്റെ മോനും നമ്മുടെ ധ്യാന ശ്രീനിവാസനൊക്കെ വന്ന സിനിമ. അതിലൊരു പാട്ട് എഴുതിയായിരുന്നു. അതിനു മുമ്പ് കുറച്ച് ചെറിയ ചെറിയ സിനിമകൾ, അതായത് എന്നെ ഇങ്ങനെ തേടി വരുന്നത് എഴുതും. അത് എൻ്റെ ഒരു എന്താണെന്നറിയാൻ പറ്റില്ല, എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ അവസരങ്ങൾ ചോദിക്കാറില്ല. അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല സത്യം പറഞ്ഞ്. ഇനി കൂടുതൽ അവസരങ്ങൾ വരും. അത് എന്ന് പ്രതീക്ഷിക്കാം. മലയാള സിനിമയിൽ ധാരാളം പാട്ടുകൾ ഇങ്ങനെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇനി അല്ല, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ സുഹേൽ കോയെ പോലെ റിസ്ക് എടുക്കുന്ന പരിപാടിയാണ് സുഹൈലും ചെയ്യുന്നത്, വിനായകനും ചെയ്യുന്ന അത്തരത്തിലുള്ള റിസ്ക് ആണ്. നിങ്ങളും എടുക്കുന്ന അതേ റിസ്ക് തന്നെയാണ്. അതായത് പുതിയ വാക്കുകളോ ബുദ്ധിമുട്ടുള്ള മീറ്ററുകളോ ഒക്കെ പരീക്ഷിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പാട്ട് കിട്ടാനുള്ള സാധ്യതയാണ് മലയാള സിനിമയിൽ ഇനിയും ഉള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ തുടരുക, രണ്ടാളും ഹാപ്പി ആയിട്ട് തന്നെ പോവുക. പുഷ്പ 2-ന് FDFSന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയാണ്, ഒരുമിച്ച് കാണാം. ഇങ്ങനെ തന്നെ അങ്ങ് തുടരട്ടെ. കൂടുതൽ അവസരങ്ങൾ നമ്മുടെ സിനിമകളിൽ നിന്ന് തന്നെ വരട്ടെ. ഇതിപ്പോ നമ്മുടെ സിനിമ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ കൂടുതൽ അവസരങ്ങൾ തേടി വരട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി. ശരി, ഓക്കെ.